ഹലോ, അപ്പം നമ്മൾ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം എത്ര മണിയായിട്ടാ? 5 മണിയാ. വാ. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് കുറച്ച് പരിപാടി ഉണ്ട്, ഞാൻ മുന്നേ പറഞ്ഞിരുന്നു. അപ്പം അതിന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഞാൻ വേഗം പോയിട്ട് കുളിച്ചിട്ട് കുറച്ചധികം ഒരുങ്ങാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നേരം മെഴുകി ഞാൻ വേഗം പോയിട്ട് കുളിച്ചിട്ട് കാര്യം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? പോവാ. ചൂടുവെള്ളം തിളച്ചില്ലേ? ഒഴിച്ചോ, ഞങ്ങൾ കുളിച്ചിട്ട് വരാം. അപ്പോൾ വേറെ ഒന്നുമില്ല, നിങ്ങൾ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ലവ് ലാപ്പിൻ്റെ ആൽഫ ബേബി സ്ട്രോളർ ആട്ടോ. കുറച്ച് നാളുകളായിട്ട് ഞാൻ കാത്തുനിന്ന് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കാത്തു ഭയങ്കര ഹാപ്പിയാണ്, നമ്മളും ഹാപ്പിയാണ്. എവിടെ പോകുമ്പോഴും നമുക്ക് ഇങ്ങനെ ഉണ്ണികളെ എടുത്ത് നടക്കുക എന്നുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ഒക്കെ ഇതിൻ്റെ എടുത്ത് പറയേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമ്മൾ ചെറിയ ബേബീസിനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ നല്ല സേഫ്റ്റി ആയിട്ടുള്ള ബെൽറ്റും കാര്യങ്ങളും വേണം. അപ്പോൾ ഇത് 5 പോയിന്റ് സേഫ്റ്റി ബെൽറ്റാണുള്ളത്. അതുകൊണ്ട് നമ്മൾ ഉണ്ണികളെ പേടിക്കേ വേണ്ട, അത് നല്ല സ്ട്രോങ് ആയിരുന്നുള്ളൂ. അതേപോലെ തന്നെ എടുത്ത് പറയേണ്ട വേറെ കാര്യം കൂടിയാണ് ഇത്. വേറെ ഒന്നുമല്ല, അഡ്ജസ്റ്റബിൾ ഫുഡ് റെസ്റ്റ് ആണുള്ളത്. നമ്മൾ ഉണ്ണികളെ കാലിൽ സേഫ് ആയിട്ട് എങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഇതിൻ്റെ അടിയിൽ ചെറിയ ബാസ്ക്കറ്റ് പോലെ വരുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഉണ്ണികളെ ഐറ്റംസോ ഉണ്ണികളെ ബാഗോ കാര്യങ്ങളൊക്കെ നമുക്ക് വെക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഇവിടെ ഒരു ഹാൻഡിൽ ബാർ ഉണ്ട്, അത് ഉണ്ണികൾക്ക് പിടിക്കാനും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാട്ടോ. ഇവിടെ നമുക്കിങ്ങനെ ഷെയ്ഡ് വരുന്നുണ്ട്. അത് വേറെ ഒന്നുമല്ല, നമ്മൾ ഉണ്ണികളെ വെയിലത്തോ കാര്യങ്ങൾ പുറത്ത് കൊണ്ടുപോവുകയാണെങ്കിൽ ഈ ഷെയ്ഡ് ഇട്ടോടത്ത് ഉണ്ണികളെ മൊത്തയ്ക്ക് വെയിലടിക്കില്ല. ഇനി നമുക്ക് ഉണ്ണികളെ കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ സിബ് ഉണ്ട്, അത് തുറന്നിട്ട് കഴിഞ്ഞാൽ അവരെന്താ ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കാണാൻ പറ്റും കേട്ടോ. ഈ ഷെയ്ഡ് ഇട്ടെന്ന് വെച്ചാൽ നമുക്ക് ഉണ്ണികളെ കാണാതിരിക്കുന്നില്ല. അതേപോലെ ഇനി ഉണ്ണികൾ ഉറങ്ങുകയാണെങ്കിൽ നമുക്കിത് നന്നായി കിടത്തി കൊടുത്തിട്ട് ഇവിടെ വേറൊരു സിബും കൂടി ഉണ്ട്, അത് തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ കിടത്തിയിട്ട് അവരെ കിടക്കുമ്പോൾ അവർ ഉറങ്ങുകയാണോ എഴുന്നേറ്റിരിക്കുകയാണോ നോക്കാനും നമ്മളോട് പറ്റും. കത്തുമുണ്ട് അവിടെ നിന്ന് നമ്മളെ നോക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ബോറടിക്കില്ല, നമ്മളെയും കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിന് തുറന്നു വെച്ചാൽ മതി. അപ്പോൾ ഞാനിങ്ങനെയൊക്കെ തുറന്നു വയ്ക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള സിബ് കൂടി ഉണ്ട്, നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഉള്ളിൽ എടുക്കണേ കിടക്കാം, ഇരിക്കണേ ഇരിക്കാം, അത് നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും. നമുക്ക് കിടത്തിയിട്ടാണ് കൂടുതൽ സിബ് തുറന്നേണ്ട ആവശ്യമില്ല. ഉള്ളിൽ ഉറങ്ങുമ്പോൾ നമുക്ക് ഉള്ളിൽ ഉറങ്ങുകയാണോ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇരിക്കാനും കിടക്കാനൊക്കെ പറ്റും. അപ്പോൾ അതിനുള്ള ഒരുപാട് ഫീച്ചേഴ്സ് നമുക്കിതിൽ അവർ തരുന്നുണ്ട്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പ്രോഡക്റ്റ് ആട്ടത്. പിന്നെ എടുത്തു പറയേണ്ട വേറെ കാര്യം എന്താ വെച്ചാൽ 360 ഡിഗ്രിക്ക് ഇറങ്ങുന്ന വീലാണ് ഇതിനുള്ളത്. അത് മാത്രമല്ല, ഇതിന് എങ്ങനെ പോയാലും ഇവിടെ ബ്രേക്ക് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. അതപ്പോൾ ചവിട്ടി പിടിച്ചു കഴിഞ്ഞാൽ അവരവിടെ നിന്നോളും. പിന്നെ എന്താ എനങ്ങില്ല കേട്ടോ, അത് അവിടെ നിൽക്കും. അപ്പം അങ്ങനെ ഒരു ഓപ്ഷനോട് ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇറക്കത്ത് കൂടെ പോകുമ്പോഴും നമുക്ക് ബ്രേക്ക് അമർത്തി കഴിഞ്ഞാൽ അവിടെ നിന്നോളൂ അവൾ. ഇനി നമുക്ക് അവൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കിതിങ്ങനെ ഫോൾഡ് ചെയ്ത് ട്രോളി പോലെ കൊണ്ട് നടക്കാനുള്ള ഓപ്ഷൻ കൂടി ഉണ്ട് കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ശേഷം നമുക്ക് ഞാൻ ട്രോളി പോലെ ഇങ്ങനെ വലിച്ചോട് നടക്കാം. നമുക്കിങ്ങനെ എടുത്ത് പൊക്കി ഭാരം കൊണ്ട് നടക്കേണ്ട ആവശ്യം നമുക്ക് ഇതിന് വരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ താഴെ കൊടുക്കാം. പോരാത്തതിൻ്റെ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ എൻ്റെ ലിങ്കും കാര്യങ്ങളും പിൻ ചെയ്തിടാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവരൊക്കെ പോയി പർച്ചേസ് ചെയ്ത് നോക്കുക. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. വിചാരിച്ചാൽ എല്ലാവർക്കും വരാൻ പറ്റിയില്ല കേട്ടോ. കാരണം അമ്മയ്ക്ക് ഇന്നലെ രാത്രി ഒന്നും വയ്യാതെയായി. അമ്മ വൈകിട്ട് തൃശ്ശൂർ എന്തോ കുറച്ച് പരിപാടികളുണ്ടായിരുന്നല്ലോ, ഓട്ടപ്പാച്ചിലുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ശേഷം തൃശ്ശൂർ നമ്മൾ മസാല ദോശ കഴിച്ചതാണ്. ആ ഗ്യാസ് കയറിയിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. രാത്രി മൊത്തം ഛർദ്ദിക്കാൻ വരും കാര്യങ്ങളൊക്കെ. അപ്പോൾ അമ്മയ്ക്ക് വരാൻ പറ്റിയില്ല, തീരെ വയ്യായിരുന്നു. പിന്നെ കാത്തുമ്മനെ അവിടെ നിർത്തി. കാരണം കാത്തുമ്മ വന്നു കഴിഞ്ഞപ്പോൾ അടുപ്പ് ആളും. നമുക്ക് രാവിലെ ഒരു 9 മണി തൊട്ട് വൈകിട്ട് 7 മണി വരെ എന്നാണ് ഇപ്പോൾ ഒരു നിലവിൽ കണക്കൂട്ടില്ല. അതെങ്ങനെ പോയാലും ഒരു 8 മണി വരെക്കുള്ള പരിപാടി ഉണ്ട്. അപ്പോൾ അതൊരിക്കും ആപ്പിന് ഒറ്റയ്ക്കാളെ മാനേജ് ചെയ്യാൻ പറ്റില്ല. ഞാനിപ്പുറത്തുണ്ടെന്നാൽ ഞങ്ങൾ ഭയങ്കരമായിട്ട് വാശി പിടിക്കും. ഞങ്ങൾ വീട്ടിലില്ലെങ്കിൽ അവൾ ഓക്കെ ആയിരിക്കും. പക്ഷെ ഞങ്ങളുടെ കൂടെ അവൾ വന്നു കഴിഞ്ഞാൽ ഞാൻ അപ്പുറത്തൊരു ഹോളിലുണ്ടെന്ന് പറഞ്ഞാൽ കരഞ്ഞ് എനിക്കും ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ഇവനും അവളടുത്ത് നടന്ന് എളുപ്പമല്ല. പിന്നെ വണ്ടിയിൽ എങ്ങോട്ടും പോകാൻ വെച്ചാൽ അവളെ വെച്ചിട്ട് അവനെങ്ങോട്ടും പോകാനും പറ്റില്ല. അപ്പോൾ അമ്മേരെ അച്ഛൻ്റെ അടുത്ത് ആക്കിക്കൊണ്ടിനെ നേരെ കൊണ്ട് പോകുന്നു. ഇപ്പോൾ ടൈം എത്ര? 5:55. 5:55 5 മിനിറ്റ് കൊണ്ട് 6 മണിയാവാൻ. 8 മണിക്കാകുമ്പോൾ എറണാകുളത്തുനിന്ന് കാണിക്കുന്നത്. അതെങ്ങനെയായാലും ബ്ലോക്കൊക്കെ കൂടി ഒരു 8:30 ആവും. എന്നാലും കുഴപ്പമില്ല. 5 മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചു വരാം. പക്ഷെ ഇന്നലെ രാത്രി അമ്മയ്ക്ക് വയ്യതേപ്പോൾ അതായിരിക്കും ഇവിടെ കാത്തുമ്പോൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ ഭയങ്കര ഇടിവെട്ടും മഴയൊക്കെ ആയിട്ട് രാത്രി ഇടിവെട്ടുന്ന ടൈമിൽ ഞങ്ങൾ 3 കിടന്നുറങ്ങി.
ഇടിയോട്ടൊക്കെ മാറി കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് ഞങ്ങൾ റിട്ടേൺ വീട്ടിലേക്ക് വന്നോടെ ഒരു കാത്തുപോലെ ഉറക്കൊക്കെ തീർന്നു. അവൾ ഉറങ്ങണില്ല. അവൾ ഉറങ്ങുന്നത് അമ്മയ്ക്ക് 3:30 ആകുമ്പോഴെ വയ്യാത്തത്. ആ നേരത്താണ് അവളൊന്ന് ഉറങ്ങിയിട്ട് അളറൊക്കെ എടുത്തിട്ടാണ് ഞാൻ അമ്മയുടെ അടുത്തൊന്ന് പോയി ഇരുന്നതൊക്കെ. അതായിരിക്കും ഉറങ്ങാത്ത മുതൽ വീഡിയോ എഴുതി. എൻ്റെ ഉറക്കത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ടായിരുന്നു. എന്നുവെച്ചാ അതെനിക്കറിയാലോ. മാഗിപ്പിന്നെ വീണ്ടും ഉള്ള എഴുന്നേറ്റ് വിട്ടപ്പോഴേക്കും പ്രത്യേകിച്ച് കംപ്ലീറ്റ് ആയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു 1.5 മണിക്കൂർ തികച്ചെടുത്തത് ഓളം മേക്കപ്പിന് ഇല്ല. 1/2 മണിക്കൂറിനുള്ളിൽ കുളി മേക്കപ്പ് എല്ലാം കഴിഞ്ഞു. ഞങ്ങൾ 4:30 കഴിഞ്ഞിട്ട് പിന്നെ ഡ്രസ്സ് തയ്ക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് 5 മണിയാകുമ്പോൾ കുളിക്കാൻ കയറി. 5:30 നമുക്ക് മേക്കപ്പെല്ലാം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടാ. അതിൻ്റെ ഉള്ളിൽ കാത്തുമ്പോൾ കരഞ്ഞ് കാത്തുമ്പോൾ പാൽ കൊടുക്കലും പരിപാടിക്കലും. ഞാൻ വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വെച്ചിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇൻട്രോ ഒക്കെ എടുത്തു. പക്ഷെ രക്ഷയില്ല, ഒന്നും നടന്നില്ല. വെളിച്ചം കുറവാട്ടോ. അപ്പം ഞാൻ ഇനി എന്തായാലും കുറച്ച് വെളിച്ചമൊക്കെ അതിൻ്റെ ശേഷം വീഡിയോ എടുക്കും. എനിക്ക് തല ഭയങ്കര വേദനയും ഓട്ടപ്പാച്ചിലും കാര്യമൊക്കെ ആയിപ്പോൾ. അപ്പം അതാ അങ്ങനെ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. കൊറേ നേരം എത്തിയിട്ട് ഇവിടെ പരിപാടിയായിരുന്നു, കലാപരിപാടികളായിരുന്നു. പിന്നെ ഞാനെ വീഡിയോ എടുക്കാത്തേന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് ഇത്ര ദൂരം ഓടിച്ചാന്ന് എപ്പോ ഓടിക്കാൻ തുടങ്ങി. ഇവിടെ സുഖമായിട്ട് കിടന്നുറങ്ങായിരുന്നു കേട്ടാ. എന്നിട്ടാണ് ഡയലോഗ് അടി. ഞാൻ ഉറങ്ങിയത് ക്ലാസ്സിനായിരിക്കും ഉറക്കം വരാതിരിക്കാൻ. എനിക്ക് ചെറുപ്പം തൊട്ടേ ക്ലാസ്സിലേക്ക് ഉറക്കാൻ ശീലം ഉണ്ടായിരുന്നു. അത് ഇവിടെ പാടില്ല. അതൊന്നും പിന്നെ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത പരിപാടിയെ. കാരണം ഉറങ്ങിയാലും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇതുമ്പോൾ നമ്മൾ ഉറങ്ങാൻ പാടില്ല. പോയി പഠിക്കണേ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഉറക്കൊക്കെ മാറ്റി വെച്ച് വന്നിട്ടുണ്ട്. എനിക്ക് പക്ഷെ ഒന്നും മേടിച്ചൊന്നുമില്ല. ഞാൻ ഉറങ്ങാൻ വണ്ടി വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഉണ്ട്. ഞാൻ ഇടയ്ക്ക് വന്നിട്ട് കുടിക്കുന്നു. ഓക്കെ ഞങ്ങൾ പോട്ടെ. ഞങ്ങളല്ല, നീ പോയിട്ട് വാ. ഞാൻ ഇവിടെ ഇരുന്നിട്ട് ആശീർവദിക്കുന്നു. മംഗളവും ബൗദ്ധം. അപ്പൊ ഞാൻ പോയിട്ട് വരട്ടെ. പഠിച്ചിട്ട് വരിക. ഞാൻ ചോദിക്കുവാടെ എക്സാം ഇടും. പാസ്സായാലും നല്ല അടിയിട്ട് പോയി പഠിക്കണേ. ഇവ ഇങ്ങനെ ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാ ഇവ എന്തൊക്കെ എടുത്തു എങ്ങനെയൊക്കെ എടുത്തു. ചില ക്ലാസ്സിനെ ഇവനെ കയറാൻ പറ്റായിരുന്നു. ഇങ്ങനെ ബാക്കിലൊക്കെ ഇരിക്കാൻ പറ്റും. അപ്പൊ അവ അവിടെ നിന്നിട്ടെല്ലാം കേൾക്കും. എന്നിട്ട് കേട്ടിന് ഏറ്റവും ശ്രദ്ധിക്കേണ്ടാത്ത ചെറിയ ചെറിയ പോയിന്റ്സ് ഇല്ലേ, അതൊക്കെ പൊന്നപ്പം എന്താ പറഞ്ഞ്, അതും എന്ത് ചെയ്യാനാ പറഞ്ഞ്, അതെന്താ അങ്ങനെ ആക്കാൻ പറഞ്ഞ്. അതാണ് ഉടായിപ്പത്തരം ഞാൻ കയ്യോടെ വെക്കും. അങ്ങനത്തെ കുറച്ച് പരിപാടി ഉണ്ട് കേട്ടോ. ദുഷ്ടനാണ്. ചെന്നോ പഠിക്കാൻ പോക്കോ ടീച്ചർ. ചവിട്ടിയാൻ പുറത്തേക്ക് പോവാൻ മടിച്ചിട്ടിരിക്ക. ഓടി അവിടുന്ന് കൊറേ നേരം അയാൾ അവിടെ ഉടായിപ്പം പറഞ്ഞ് നടക്കണു. പോ, ഇതാ ബാഗും ബുക്കൊക്കെ എടുത്തിട്ട് പോ, പഠിക്കാൻ പോട്ടെ. പൊക്കോ. അപ്പോൾ അതാ ഞാൻ ക്ലാസ്സിൽ കയറി ഇരുന്നിട്ടുണ്ട്. നമ്മളൊരു 8 മണിയൊക്കെ ആകുമ്പോൾ ക്ലാസ്സിൻ്റെ ഉള്ളിലേക്ക് തന്നെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 8 മണി ഒരു 8:15 ആകുമ്പോൾ ഉള്ളിലേക്ക് തന്നെ കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ക്ലാസ് റൂം ഒരു 9:30 9:45 ആയിരുന്നു. അപ്പോൾ അത്രയും ടൈം പോസ്റ്റ് ആയിരുന്നു. അതേപോലെ എനിക്ക് എടുത്ത് പറയേണ്ട ഒരാളാണ് എൻ്റെ ഹസ്ബൻഡ്. കാരണം ഞാൻ ക്ലാസ്സിന് ഇത്രയും ടൈം ഇരിക്കുമ്പോൾ എനിക്ക് വേണ്ടി അവിടെ പോസ്റ്റ് അടിച്ചിരിക്കുക. ചിലരൊക്കെ അങ്ങനെ ഭാര്യമാരെ അവിടെ ആക്കിയിട്ട് അവർ പുറത്തെല്ലാം പോയി മാളുകളെല്ലാം കറങ്ങി വരുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അവ അങ്ങനെയല്ല. ഞാൻ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിക്കാൻ എൻ്റെ കൂടെ തന്നെ ആളുടെ ഉള്ളിൽ കുറച്ച് നേരം ഇരിക്കാൻ പറ്റുള്ളൂ. പിന്നെ കാറിൻ്റെ ഉള്ളിൽ വെയിലത്ത് കിടക്കുന്നതായിരുന്നു. പാവം തോന്നി. എനിക്ക് സങ്കടം വരികയായിരുന്നു. ശരിക്കും ഫുഡ് പോലും കഴിക്കാതെ. നമുക്കെല്ലാവരും അങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചാൽ ഞാൻ എന്നെ ക്ലാസ്സിൽ പോകുമ്പോൾ കാണുകയാണ് പലരും അവരെ ഇഷ്ടങ്ങളെല്ലാം നോക്കി സിനിമയ്ക്ക് പോകുന്നു, മാളുകൾ കറങ്ങാൻ പോകുന്നു. പക്ഷെ എൻ്റെ ഹസ്ബൻഡ് അവിടെ ഇരിക്കണം എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. എനിക്ക് വേണ്ടിയിട്ടല്ല, എൻ്റെ ഒരു പഠിപ്പിനും എൻ്റെ ഒരു ഇഷ്ടത്തിനും വേണ്ടിയിട്ടല്ല അവങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ അതാ പറഞ്ഞ് വേറെ എവിടേക്കൊക്കെയോ പോയി നമ്മളെ ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ലുക്കിൻ്റെ ഫസ്റ്റ് ബ്രൈഡായിരുന്നു. അത് ട്രഡീഷണൽ ബ്രൈഡായിരുന്നു കേട്ടോ. അപ്പോൾ ആളുടെ ഫേസ് മേക്കപ്പ് ഏകദേശം കഴിഞ്ഞു. നല്ല ഭംഗിയുള്ള ഫേസ് ആയിരുന്നു. നമുക്ക് മേക്കപ്പ് ചെയ്യുമ്പോൾ എപ്പോഴും ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഫേസൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ഹൈലൈറ്റ് ചെയ്താലും ഭയങ്കര അട്രാക്ഷനായിരിക്കും. ആ ബ്രൈഡിൻ്റെ ഫേസും അതേപോലെ ഇന്ന് ആ മോഡലിൻ്റെ ഫേസും നല്ല ക്യൂട്ടായിരുന്നു കേട്ടോ. ഇത് നമ്മൾ സെക്കൻഡ് ബ്രൈഡായിരുന്നു. ഇത് നോർത്ത് ഇന്ത്യൻ ലുക്ക് തന്നെയായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്ക് ഒന്നുകൂടി ഇഷ്ടപ്പെട്ട ഫസ്റ്റ് ലുക്കായിരുന്നു. കാരണം പക്ക അടിപൊളിയായിരുന്നു. ഞാൻ ആഗ്രഹിച്ചൊരു കല്യാണത്തിന്
ഞാനൊരിക്കൽ എങ്ങനെയാണോ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു ലുക്കായിരുന്നു പക്ക വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ പ്ലാൻ ചെയ്ത കുറേ കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ആ ഒരു ലുക്ക് കണ്ടപ്പോൾ. ഭയങ്കര ഫീൽ അടിച്ചു. എനിക്ക് ആ ലുക്കിലേക്ക് കൊണ്ടുവരാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു ഫീലൊക്കെ തോന്നി. അപ്പം അങ്ങനെ അതാ നമ്മളെ ക്ലാസ്സിൻ്റെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇപ്പോൾ തന്നെ ഒരു 7 മണി 7:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ ഈ ഡ്രസ്സും അടിപൊളി ഡ്രസ്സായിരുന്നു, ഭയങ്കര ഹെവി ഡ്രസ്സായിരുന്നു കേട്ടോ. ഇതൊക്കെ കൊളാബറേഷൻ്റെ ഇതൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം മേടിച്ച് ഞാൻ വേഗം തന്നെ അവിടെ നിന്ന് പോകുന്നു. കാരണം എനിക്ക് നാളെ വർക്കുണ്ട്. പോരാത്തിനും കാത്തുമ്പോൾ ഇത്രയും നേരം നമ്മളെ വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ വേഗം തന്നെ വീട്ടിലേക്ക് പോകുന്നു. പിന്നെ ഞാൻ ഫുഡൊന്നും കഴിക്കാൻ നിന്നില്ല, വേഗം തന്നെ കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് നമ്മൾ വർക്കിന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു ബ്രൈഡ്. നമ്മളെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ആൾ നാത്തൂനായിരുന്നു കേട്ടോ. ആൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ കൂടുതലും കോൺടാക്ട് ചെയ്തിരുന്ന ആൾ നാത്തൂനായിട്ടായിരുന്നു. അപ്പോൾ ആൾക്ക് ഭയങ്കര സിമ്പിൾ മേക്കപ്പ് മതി. ആളെ ടോണിന്ന് ഒരിക്കലും ഓവറായിട്ട് ബ്രൈറ്റായി പോവരുത് ആളെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഈ കാണിക്കുന്ന ഒരു ഷെയ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെ പെയിൻറ്റ് ഗ്രീനായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ലൈറ്റ് നമ്മളെ ഫേസിലേക്ക് എത്ര വീഡിയോ എടുത്താലും അടിക്കും. അതിൻ്റെ ഒരു ചെറിയതായിരുന്നു. പക്ഷേ നേരിൽ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ആൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആളുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇട്ടാൽ നമ്മൾ അടുത്ത വീഡിയോയിലൊക്കെ കാര്യമായിട്ട് കൊടുക്കട്ടെ. കാരണം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആളുടെ ഫേസിൻ്റെ മേക്കപ്പ് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അതാ ക്യാമറമാൻമാർ എന്നോട് ഒന്ന് നിന്ന് ടച്ച് ചെയ്യാൻ പറഞ്ഞു ചെയ്താട്ടോ. സാധാരണ തന്നെയാണ് നല്ല കൂറ ലുക്കായിരിക്കും, പക്ഷെ ഇന്ന് കുഴപ്പമുണ്ടായിരുന്നില്ല. അത്യാവശ്യം ഭംഗിയുണ്ടായിരുന്നു എന്നെ കാണാൻ, എനിക്കിത് തോന്നി. അപ്പോൾ എന്തായാലും ആളെ ലുക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ഇരിക്കുന്ന ബ്രഷ് കൊണ്ട് കാത്തും എന്നെ മേക്കപ്പ് ചെയ്ത് തരാട്ടോ. അവൾ ഭയങ്കര വാശി. അവിടെ ക്യാമറമാർ വീഡിയോ എടുക്കണോണ്ട് നമ്മളെ ലൈറ്റ് ചെയ്യുന്നതോടെ യൂസ് ചെയ്യേണ്ടായിരുന്നത്. അത് ഞങ്ങൾക്ക് റിട്ടേൺ പോരാനും പറ്റുന്നില്ല. കാത്തുമ്മേനെ ഭയങ്കര വാശിയായിരുന്നു. പിന്നെ കാത്തുമ്മേനെ മേക്കപ്പ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് നിന്നു. അങ്ങനെ കുറേ നേരം അവിടെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനപ്പോൾ അവരെ ക്യാമറയിൽ നിന്ന് നോക്കുകയായിരുന്നു എങ്ങനെയുണ്ടെന്നൊക്കെ. നമുക്ക് ആ ക്യാമറയിൽ നിന്ന് കാണുമ്പോഴാണ് ഒന്നുകൂടി അതിൻ്റെ ഭംഗി എടുത്തറിയാം. നമ്മളെ ഫോണിനെക്കാട്ടും ഏറ്റവും ഭംഗിയിൽ കാണുക ക്യാമറയിലായിരിക്കും. ഫോണിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിച്ചം കുറവാണെങ്കിൽ അത്ര മോശമായിരിക്കും, എനിക്ക് ഓക്കെ ആയിരിക്കില്ല. ഞാൻ എൻ്റെ ഒരു 10-100 വീഡിയോസ് അടക്കം ഞാൻ പോസ്റ്റ് ചെയ്യാത്തുണ്ട്. എനിക്ക് വെളിച്ചം ഓക്കെ അല്ലാത്തതുകൊണ്ട് കാര്യമായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാതിരിക്കുന്നുണ്ട്. കാരണം എനിക്ക് ഓക്കെ മാത്രമേ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുള്ളൂ. കുറച്ചെങ്കിലും ഓക്കെ ആവണം, എന്നാൽ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. അങ്ങനത്തെ ഒരു സൈക്കോ എനിക്കുണ്ട്. പിന്നെ നമ്മളൊരു 8 മണിക്ക് ഫുഡ് കഴിക്കാൻ കയറിയിട്ട്. അപ്പം ഞാൻ അമ്മേനെ വിളിച്ചിട്ട് പറയുകയാണ് ഞാൻ ഫുഡ് മേടിച്ചു കൊടുന്നുള്ളത്. അപ്പം അമ്മ പറഞ്ഞു വെറുതെ കാശ് ചിലവാക്കണ്ട എന്നൊക്കെ അമ്മ പറഞ്ഞു. അപ്പോൾ ഞാൻ അമ്മോട് പറയുന്നത് അതൊന്നും നിങ്ങൾ അറിയാണ്ട് ഞാൻ മേടിച്ചുകൊണ്ട് നിങ്ങളൊന്നും കഴിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഡെയിലൊക്കെ വെറുതെ ഇരിക്കുകയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വർക്കിനെല്ലാം പോയി വരുമ്പോൾ എന്തെങ്കിലും വീട്ടിലേക്ക് മേടിച്ച് കൊണ്ടുപോകാന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. നമ്മളെ കാത്തുമ്മ പ്ലേറ്റ് തൊട്ടോക്കാനുള്ള പ്ലേറ്റ് ചൂടുണ്ട് ഇത്ര. ഞങ്ങളെ കൗ ഉണ്ടോ തൊട്ട് നോക്കണം. അപ്പോൾ ബേബിയോട് കാണിച്ചു തരാൻ പറയുക. പിന്നെ കുറച്ച് എക്സ്പ്രഷൻ കൂടുതൽ ഇടുന്നുണ്ട്, അതില്ലാതെ ഞാൻ പറയണില്ല. പക്ഷേ ആൾക്കത് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ആൾക്ക് ഒറ്റയ്ക്കൊരു പ്ലേറ്റ് കിട്ടിയപ്പോൾ ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. കാരണം അങ്ങനെ നമ്മൾ പ്ലേറ്റ് ആൾക്ക് ഒറ്റയ്ക്കായിട്ട് കൊടുക്കാറില്ലല്ലോ. ഞങ്ങൾ നല്ല കയറ്റി വെച്ചിട്ട് വയറ് വെച്ചിട്ട് ഇന്നലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ആ വെച്ചിട്ട് ഞങ്ങൾ കയറ്റി മേടിക്കും. എന്താ ഒരു ചെരുപ്പുള്ള കുട്ടിയാ. ബൈ ബൈ. എവിടേക്കാ? അതാണോ? ഇത് തുറക്കടേ. എന്താ വണ്ടി? അപ്പുറത്തൂടെ പോയിട്ട് കയറ്. ആ സൈഡ് പോയിട്ട് കയറ്. ആ തോട്ടല്ല, ആ സൈഡ് പോയിട്ട് കയറ്. അമ്മയുടെ സൈഡിൽ കയറ്. കയറ് കയറ്. പോവാ. അപ്പൊ ഞങ്ങൾ പോട്ടെ. പിന്നെ ഞങ്ങൾ വീടെത്തി. അച്ഛനും അമ്മയ്ക്കൊന്ന് പുറത്തേക്ക് പോകണ്ടായിരുന്നു. അപ്പോൾ
കാത്തുമ്മനെ ഞാൻ നോക്കാമെന്ന് പറഞ്ഞു. കാരണം അവർക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല, അവളിങ്ങനെ ഒക്കെ തന്നെ ഇരിക്കും. പിന്നെ കാത്തുമ്മ എടുത്തിട്ടാണ് അവർക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ. അപ്പം ഞാൻ പറഞ്ഞു കാത്തുമ്മ വീട്ടിലിരുന്നോളൂ, നിങ്ങൾ പോയിട്ട് പോരെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അത്ര വയ്യാത്തതുകൊണ്ടാണ് ഞങ്ങൾ പോകാഞ്ഞത്. അപ്പോൾ ഞങ്ങൾ കാത്തുമ്മനെ മൈൻഡൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നേരം മുറ്റത്തൊക്കെ ആളും കൊണ്ട് നടന്നു. അപ്പം അതൊക്കെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം അമ്മ അവളെ കുളിപ്പിച്ചു, ഉണ്ണികളെ കുളിപ്പിക്കുന്നതിൻ്റെ അപ്പോൾ അവളെ കുളിപ്പിച്ച് അവൾ ഫ്രഷ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അവളിവിടെ കുറച്ച് നേരം കളിയെല്ലാം കഴിഞ്ഞ് അച്ഛനമ്മയൊക്കെ പോയി കഴിഞ്ഞപ്പോൾ നല്ലൊരു ഉറക്കം ഉറങ്ങി. പിന്നെ എപ്പോഴാണ് ഏട്ട എഴുന്നേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 മണിയൊക്കെ ആകുമ്പോഴാണ് ഏട്ട എഴുന്നേറ്റത്. എനിക്ക് പെട്ടെന്ന് തന്നെ എഴുന്നേക്കേണ്ടി വന്നു അവർ വന്നപ്പോൾ. അപ്പം എന്തായാലും ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം. ഹലോ. അപ്പൊ 2 ദിവസത്തെ വീഡിയോ 2 ദിവസത്തെ വീഡിയോ കൂടിയിട്ട് അയ്യോ പറയാതിരിക്കാൻ വയ്യ. കണ്ണൊക്കെ കാണണ്ടോന്ന് ഇനി നിന്റെ ഉറക്കത്തിന്റെ ദിവസം പറയാൻ പറ്റില്ല. ഞാൻ ഉറങ്ങിയിട്ടില്ല, ഞാൻ എഴുന്നേറ്റതാ. ഇപ്പൊ എഴുന്നേറ്റ് ഞാൻ ഉറങ്ങിയിട്ടില്ല. കാത്തു ഉറങ്ങാത്ത ഞാൻ ഉറങ്ങിയിട്ടില്ല. ഇപ്പൊ കാണുമ്പോഴേ നമ്മുടെ ഹിന്ദിക്കാര് പിള്ളേരില്ല കൈമേൽ ചരട്ടൊക്കെ കിട്ടിയിട്ട് അതേപോലത്തെ ഒരു ബനിയനും പാന്റും കയ്യില് ഇവിടെ 2 ആളെ ബെഡിട്ട് വെച്ചിട്ടുണ്ട്. അത് പിന്നെ ചേട്ടന് ഉറക്കം പറയാൻ പറ്റില്ല, എനിക്ക് ഉറക്കം പറയാൻ പറ്റുള്ളൂ. ഞാൻ വണ്ടിയൊക്കെ കിടന്നുറങ്ങും. ഉഡായിപ്പൊ അങ്ങേത്തല പഠിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യാ? നാളെ എറണാകുളത്താട്ടോ അവർക്ക്. അപ്പൊ അവൾ ഉറങ്ങുന്നതാണ് ഇപ്പൊ പറഞ്ഞു വന്നത്. ഇപ്പൊ കൺഫേം. ഞാൻ ഉറങ്ങിയിട്ടില്ല, അപ്പൊ ഞാൻ ഉറങ്ങണ്ടേ? വർക്കിനാ പോണത്, അടി ഉണ്ടാക്കാനല്ല. ആരതോടെ ഒന്ന് സുന്ദരിയായിട്ടിരിക്കണേ കുടുംബത്തി. അപ്പൊ ഞാൻ പറയാൻ വന്ന ദിവസം പറയാം. അപ്പോൾ എനിക്കൊരു ക്ലാസ് ഉണ്ടായിരുന്നു, ക്ലാസ്സിൻ്റെ വീഡിയോ ഇട്ടു. അപ്പോൾ അതിൽ കുറേ അപ്ഡേഷൻസ് കിട്ടിയില്ലേ. എനിക്ക് തോന്നുന്നു ഓരോ മാസം കൂടുമ്പോഴും പ്രൊഡക്റ്റുകളെല്ലാം ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് കുറേ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ കിട്ടി. അങ്ങനെ വീഡിയോ എടുക്കുന്നതിനെ കുറിച്ചാണെങ്കിലും മേക്കപ്പിനെ കുറിച്ചാണെങ്കിലും ഒക്കെ തന്നെ കുറേ അപ്ഡേഷൻസ് കിട്ടി. എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഭയങ്കര ഇഷ്ടം ജാൻവി മാഡത്തിനാണ്. ഞാൻ ആളെ ക്ലാസ്സിന് പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അത്യാവശ്യം കുഴപ്പമില്ല, നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് മൈൻഡാണ്. എവിടെ വെച്ചാൽ വർത്താനൊക്കെ പറയും ജാൻവി മാഡം. അപ്പോൾ ചേച്ചി അവിടെ പോയപ്പോൾ ആളുണ്ടായിരുന്നു ക്ലാസ്സിന്, ആളെ കാണാൻ പറ്റി. ഉണ്ടായിട്ട് ചേട്ടനെ കാണാൻ പറ്റിയില്ല കേട്ടാ. ചേട്ടന് വരാണ് സെറ്റ് ചെയ്തത്. ചേട്ടൻ വർക്കുണ്ടായിരുന്നു, ചേട്ടൻ വർക്കിലാണ്, ചേട്ടൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ മാഡത്തിന് കണ്ടു, വർത്താനൊക്കെ പറഞ്ഞു. പിന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്തു. എല്ലാം വൈകിപ്പോലെ തന്നെ ക്ലാസ്സെല്ലാം കഴിഞ്ഞു. സർട്ടിഫിക്കറ്റ് കിട്ടി. വീടെത്തുമ്പോൾ എനിക്ക് തോന്നുന്നു രാത്രി 10 മണി 10 ആയി. ഞങ്ങൾ വീടെത്തുമ്പോട്ടാ നല്ല ബ്ലോക്ക് ആയിരുന്നു. നല്ല ബ്ലോക്ക് പറഞ്ഞാൽ മുടിഞ്ഞ ബ്ലോക്ക്. രാവിലെ 3.5-4 മണിക്കൂറോളം നമ്മള് ട്രാവലിങ്ങിന് വേണ്ടിട്ട് തന്നെ വരുമ്പോ എടുത്തു. രാത്രി വരെ ആ ക്ലാസ്സിൽ ഫുൾ ലൈറ്റല്ലേ. നമുക്ക് എപ്പോഴും മേക്കപ്പിന്റെ മെയിൻ ലൈറ്റാണ്. അപ്പോൾ ആ ലൈറ്റൊക്കെ അടിച്ചിട്ട് ഭയങ്കര തലവേദനയായിരുന്നു. എനിക്ക് ഇപ്പോഴും സത്യം പറഞ്ഞാൽ ഒരു തലൊരു കട്ടിപ്പ് ഇപ്പോഴും പോയിട്ടില്ല, അത്രയും തലവേദന. നമ്മളാ വർക്കിൻ്റെ വല്ല വീഡിയോസ് ഇടുമ്പോഴും ചിലർ പറയും അത് റെഡി ആയില്ലല്ലോ ഇത് റെഡി ആയില്ലല്ലോ എന്ന്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ ഒരു മാസം കിട്ടി നമ്മളെ മിക്ക ബ്രൈഡ്സിൻ്റെയും വീട്ടിലായിരുന്നു നമുക്ക് വർക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോയിൽ നമുക്ക് ലൈറ്റ് ഭയങ്കര കുറവായിരിക്കും. നമ്മൾ എത്ര ലൈറ്റ് യൂസ് ചെയ്താലും നല്ല ലൈറ്റ് കുറവായിരിക്കും. പിന്നെ വീടിൻ്റെ പെയിൻറ്റിനനുസരിച്ച് നമുക്ക് കുറച്ച് പ്രശ്നങ്ങൾ വരും. അത് നമ്മളെ ഫേസിന് ഡാർക്ക്നെസ് തോന്നിക്കും. അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളെ വീഡിയോസിൽ ചെറിയ ഇതൊക്കെ കാട്ടുമ്പോൾ അത് അങ്ങനെയായി ഇതിങ്ങനെയെന്നൊക്കെ പറയാറുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലുമ പറയാറുണ്ട്. ഞാനൊരിക്കലും എൻ്റെ ഇഷ്ടമുള്ള ഹെയർ സ്റ്റൈലല്ല ഞാൻ ചെയ്യാം. ഇന്നിപ്പോൾ ഈ വീഡിയോയിൽ എൻ്റെ ബ്രൈഡ് ഹെയർ സ്റ്റൈലാണെങ്കിൽ പോലും ആളെ ഇഷ്ടത്തിനാണ് ഞാൻ ചെയ്തത്. അതും ഞാൻ ആളെ മുടിമേ ഞാൻ പഠിച്ചവന് 16 നോക്കിനെന്ന് പറയും. കാരണം എൻ്റെ 2 ദിവസം മുന്നേ ഹെൽദിക്ക് സെറ്റിംഗ് സ്പ്രേ എല്ലാം അടിച്ചത് പോവാൻ വേണ്ടിയിട്ട് ബന്ധുക്കളെല്ലാവരും കൂടിയിട്ട് ഒരു കൊട്ട എണ്ണ കൊണ്ടുപോയിച്ചു. ഇപ്പോഴും നമ്മൾ നോർമൽ എല്ലാവരും തലേണ്ടാവുന്ന എണ്ണയെക്കാട്ടും കൂടുതലാണ്. പ്രസവിച്ച പിന്നുള്ള തലയിൽ എണ്ണ കമ്മത്തെന്ന് പറയില്ല, അത് തൊടുമ്പളിക്കിന് എണ്ണക്കായിരിക്കുന്ന വെജിയാ അത്ര എണ്ണ മുടി കാരണം ഒട്ടിയിരിക്കട്ടെ. അത് ആളെ കേളിങ്ങേറാണ്. അപ്പം നമ്മൾ സ്ട്രൈറ്റ് ചെയ്ത് എടുത്താലും ഈ എണ്ണ ഉള്ളതുകൊണ്ട് റിട്ടേൺ കേളായിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്താ പറയാ, എൻ്റെ ഇടയിൽ കാത്തുമ്മയുണ്ടായിരുന്നു, കാത്തുമ്മയും വാശി മൊത്തത്തില്. പക്ഷെ ആൾക്ക് ഭയങ്കര ഇഷ്ടമായിന്ന് പറഞ്ഞിട്ട് അല്ലേ, എല്ലാവർക്കും ഇഷ്ടം ആള്. പിന്നെ ആളെ കാണാൻ നാളെ അച്ഛൻ ചേട്ടൻ മേമ എല്ലാവരും വന്നിട്ട് നല്ല അഭിപ്രായം പറഞ്ഞു.
എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നമ്മളെപ്പോഴും വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര മറ്റുള്ളവർക്ക് ഇഷ്ടം തോന്നാണ്ട് ഭയങ്കര ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കലുണ്ട്. അവർ സ്ഥിരം എങ്ങനെയാണോ ആ രീതി കൊടുത്താലാണ് അവരെ ബന്ധുക്കൾക്കും അവരെന്നും കാണുന്നവർക്ക് ഇഷ്ടപ്പെട്ടുള്ളൂ. നമ്മൾ അല്ലാതെ കണ്ണ് ഭയങ്കര ഹൈലൈറ്റ് ചെയ്തു ഭയങ്കര ഹെവി മേക്കപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ ഇത് നല്ല ഭംഗിയുണ്ട് തോന്നും. പക്ഷേ അത് അവർക്ക് ഓക്കെ ആണെന്നില്ല. ഞാൻ എൻ്റെ മേലിൽ നന്നായി ഹെവി മേക്കപ്പ് ചെയ്യാറുണ്ട്. ഇപ്പം ഞാൻ എൻ്റെതായ ആൾക്കാർക്ക് വല്ല പരിപാടി വരുമ്പോൾ ചെയ്ത് തരുന്നപ്പോഴൊക്കെ എനിക്കറിയാം അവർ എത്രത്തോളം മേക്കപ്പ് ചെയ്യുന്നവർക്ക് ഞാൻ അത്ര ഹെവി ആയിട്ട് ചെയ്യും. പക്ഷേ നമ്മളെ ബ്രൈഡ്സ് നമ്മളോട് പറയും ഞാൻ തീരെ മേക്കപ്പ് ചെയ്യാറില്ല. ഇന്നത്തെ പെൺകുട്ടി കമ്മൽ പോലും ഇടാത്തൊരു പെൺകുട്ടിയായിരുന്നു. അപ്പോൾ അവർക്ക് തന്നെ ഒരുപാട് മേക്കപ്പും കണ്ണൊക്കെ ഭയങ്കര ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ അവരെ ഇഷ്ടം കൂടി മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഏത് വർക്ക് ചെയ്യുമ്പോഴാണെങ്കിലും. ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇന്നും ഞാൻ വർക്ക് ചെയ്ത എല്ലാ ബ്രൈഡ്സിനായിട്ട് എനിക്ക് കോണ്ടാക്റ്റ് ഉണ്ട്. ഒരാളിനായിട്ടാണ് പ്രശ്നം ഉണ്ടായിട്ട് പോണ്ടി വന്നിട്ടില്ല. എല്ലാവർക്കും വർക്ക് ഇഷ്ടമായിരുന്നു വന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. ഡാൻസ് അയച്ച് ഇതുവരെയ്ക്കും നമുക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്. ഇന്നത്തെ വർക്കിന്റെ വീഡിയോ ഇതിലുണ്ടാ? ഉണ്ട്. അപ്പൊ വീഡിയോ അതും എനിക്ക് ഡയറക്റ്റ് കാണാൻ ഒരു ഭയങ്കര വീഡിയോ കിട്ടിയില്ല. കാരണം ആ പച്ച പെയിന്റ് ഫേസിൽ കടിക്കുമ്പോൾ ഒരു കളർ വ്യത്യാസം വരുന്നുണ്ട്. ഒരു ഗ്രേഷ് എവിടെയൊക്കെയോ കയറി വരുന്ന പോലെ തോന്നുന്നുണ്ട്. നേരിട്ട് കാണുമ്പോൾ അങ്ങനെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ആളോ സ്കിൻ ടോൺ അല്ലെങ്കിൽ യെല്ലോ സ്കിൻ ടോൺ ആയിരുന്നു. അപ്പോൾ നമ്മൾ അത് ഒരുപാട് ബ്രൈറ്റ് ആക്കിയിട്ടില്ല. ആ ഒരു ടോണിൽ മേക്കപ്പ് ചെയ്ത് കൊടുത്ത ആൾ തീർത്തും പറഞ്ഞിട്ട് എനിക്ക് ഹെവി മേക്കപ്പ് വേണ്ടാന്ന്. ആ കാര്യത്തൊക്കെ ഞാൻ പറയണമെന്ന് വിചാരിച്ചു. അപ്പം അത്രയ്ക്കുള്ളൂ. എന്തായാലും നാളെ പുതിയ വീഡിയോ അലമ്പാണ് ഇട്ടാ. ഇവിടെ വെള്ളത്തിൽ കളിയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇവിടെ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ പോട്ടെ. ബൈ.